ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോസിലേക്ക് സ്വാഗതം. എൻ്റെ പേര് മിനിറ്റ്സിനിൽ. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമ്മളുടെ കൊച്ചു വീഡിയോയിലിട്ട് എൻ്റെ കാര്യമാണ് കേട്ടോ. ഞാൻ ഈ ചെയ്യുന്ന വീഡിയോസൊക്കെ മാക്സിമം ഞാൻ നമ്മുടെ ഓരോരോ അനുഭവങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇന്നലെ ഉണ്ടല്ലോ എൻ്റെ മോന് ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. ഇന്നലെ മെനങ്ങാന്നായിട്ട് നല്ല ചൂടും ചുമയും പനിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്ത്, ചൂടൊക്കെ വരുന്ന സമയത്ത് കുഞ്ഞുങ്ങളെ 4 വയസ്സല്ലേ ഉള്ളൂ. അപ്പം കുഞ്ഞുങ്ങളെ നമ്മൾ നന്നായിട്ട് വെള്ളം മുക്കി നനഞ്ഞ് ചെറിയ രീതിയിൽ നനവുള്ള തോർത്തൊക്കെ ഇട്ട് നല്ലോണം ടവലൊക്കെ ഇട്ട് നല്ലോണം ദേഹം എല്ലാം തുടച്ച് വൃത്തിയാക്കി അങ്ങനെയല്ലേ നമ്മൾ ചൂട് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ ചൂടെല്ലാം മാറ്റി ഏകദേശമൊക്കെ വന്ന് പിന്നെ ആഹാരം കഴിക്കുമ്പോഴത്തേക്ക് കഴിക്കുന്ന ആഹാരമൊക്കെ അങ്ങ് ഛർദ്ദിച്ചങ്ങ് കളയുക. അപ്പോൾ ഈ വെള്ളം മാക്സിമം കുടിക്കും. ആഹാരം കഴിച്ച് കഴിഞ്ഞിട്ട് പുള്ളി വെള്ളം കുടിക്കും. ആ വെള്ളത്തിൻ്റെ കൂടെ രീതിയിലങ്ങ് വെള്ളം ഓവർ ആകുമ്പോഴത്തേക്ക് ഛർദ്ദിക്കും. അപ്പം അങ്ങനെ ഉണ്ട്. ഇന്നലെ അങ്ങ് പേടിച്ച് പോയി. രാത്രി ആയപ്പോഴത്തേക്ക് എങ്ങനെയെങ്കിലും ഹസ്ബൻഡ് ജോലിയും കഴിഞ്ഞ് വരാൻ നോക്കിയിരുന്നു. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ഇടയ്ക്ക് ഛർദ്ദിച്ച് കഴിഞ്ഞിട്ട് അമ്മേ ശ്വാസം മുട്ട് എന്ന് പറഞ്ഞ് ഭയങ്കര വെപ്രാണ്. ഞാനങ്ങനെ ഹസ്ബൻഡുമായിട്ട് വേഗം തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ ചെന്ന് അവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്ത് ഇരുന്ന് മുഷിഞ്ഞ്. കാരണം നമ്മളെക്കാളും മുന്നേ വന്ന ആൾക്കാർ കയറാതെ നമ്മളെ കയറ്റൂലല്ലോ എത്ര വയ്യാന്ന് പറഞ്ഞാൽ. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ കുഞ്ഞിന് തീരെ വയ്യ, നല്ല ശ്വാസം മുട്ടലുണ്ട്, കുഞ്ഞ് ഇങ്ങനെയൊക്കെ ഇരിക്കുക, വേഗമാട്ടെ കുഞ്ഞിനെ ഒന്ന് കാണിക്കാനാ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം അവരാണെങ്കിൽ അതിൻ്റെ കൂടെ നല്ല ചൂടുണ്ട്. ശരിയാ ചൂട് പിന്നെ ഡോക്ടർ നോക്കിയപ്പം 104 ഡിഗ്രി ചൂടുണ്ടായിരുന്നു. അപ്പം ഡോക്ടർ പറഞ്ഞ് ഒരു കാര്യം ചെയ്യുക, 104 ഡിഗ്രി ചൂടുണ്ട്, ആവിയൊക്കെ പിടിച്ചിട്ട് മോനെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പുറത്ത് കൊണ്ടുപോയി കുഞ്ഞിനെ നന്നായിട്ട് ഒരു ആവിയെല്ലാം കൊടുത്ത് ഇപ്പുറത്ത് കൊണ്ടുവന്നിട്ട് ഡോക്ടർ ചോദിച്ചു, മോൻ എന്താ പറ്റിയത്, മോൻ പറയാൻ പറഞ്ഞു. അപ്പം പറഞ്ഞ് പിന്നെ എനിക്ക് ശ്വാസം മുട്ടുന്നെന്ന്. മോൻ എവിടെയാണ് വേദന, മോനെ എന്തൊക്കെ ബുദ്ധിമുട്ടാണ്, എനിക്ക് ശ്വാസം മുട്ടുന്നു. എന്നിട്ട് ഇങ്ങനെ ഇരിക്കുക ശ്വാസം മുട്ടൽ പോലെ. അത് കാണുമ്പോൾ നമുക്കൊരു പേടി. കുഞ്ഞല്ലേ, അവന് ശ്വാസം മുട്ടൽ എന്തുവാണെന്ന് പോലും അറിയത്തില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ആകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇരുന്നപ്പോഴെന്തുവാ ശ്വാസം മുട്ടൽ. എന്ത് പറ്റി മോനെ? അത് പിന്നെ എനിക്ക് ശ്വാസം പറ്റുന്നില്ല, പോകുന്നില്ല, ശ്വാസം മുട്ടുന്നു. മോനെ എവിടെ ശ്വാസം മുട്ടുന്നത്? ശ്വാസം മുട്ടുമ്പോൾ മോനെ എന്തോ ബുദ്ധിമുട്ട് വരുന്നത്? അന്നേരം പറയുന്നത് എന്താണെന്നറിയാമോ? എൻ്റെ തലയ്ക്ക് വേദന വന്നിട്ട് മൂക്കിൽ നിന്ന് ഇങ്ങനെ ശ്വാസം വരുന്നില്ല എന്ന്. അപ്പം ഡോക്ടർ പറഞ്ഞ കണ്ടോ, മോന് തലയ്ക്ക് വേദന വന്നിട്ടാണോ മൂക്കിൽ നിന്ന് ശ്വാസം വരാത്ത? ആന്ന്. അതായത് മോന് ഇവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അവിടെ ബുദ്ധിമുട്ടൊന്നുമില്ല, എനിക്ക് ഇവിടെ വേദന എടുക്കുന്നെന്ന്. അപ്പം അന്നേരം ശ്വാസം വരുന്നില്ല എന്ന്. അന്നേരം എൻ്റെ അടുത്ത് ഡോക്ടർ ചോദിച്ചേ, ഇപ്പോഴെങ്ങാണം ശ്വാസം മുട്ടലിൻ്റെ കാര്യം എങ്ങാണം ആരെങ്കിലും വീട്ടിലെങ്ങാണം ഇരുന്ന് പറഞ്ഞോന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, പറഞ്ഞായിരുന്നു, ഇതുപോലെ പനി വന്നപ്പം ഞങ്ങൾക്ക് ഇതുപോലെ ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പം അന്നേരം ഡോക്ടർ പറയുക, അത് കുഞ്ഞുങ്ങളുടെ മൈൻഡിൽ അത് പെട്ടെന്ന് അത് പിടിച്ചെടുത്ത്, എന്നിട്ട് അവന് പനി വന്നപ്പം അവനത് പറഞ്ഞു, അവനത് കറക്റ്റ് ശ്വാസം മുട്ടലോ കാര്യങ്ങളോ ഒന്നുമില്ല, നിങ്ങൾ വിഷമിക്കേണ്ട, അത് ആ കുഞ്ഞുങ്ങളുടെ മൈൻഡിൽ അത് ഇരുന്നുകൊണ്ട് അതുങ്ങൾ ഓരോന്ന് പറഞ്ഞ് അത് അന്നേരം നിങ്ങൾ പേടിച്ചതാ. അവന് തലവേദന പോലെ ഇവിടെയാണ് അവൻ ശ്വാസം മുട്ടുന്നതെന്നാണ് പറയുന്നത്. അപ്പം മൂക്കിൽ കൂടെ ശ്വാസം വരുമ്പോൾ പുള്ളിയുടെ വിചാരം തലയ്ക്കകത്തുനിന്ന് ഇങ്ങനെ ഏതാണ്ട് വരുന്നത്, ആ മൂക്കിൽ കൂടെ ശ്വാസം വന്നാൽ പുള്ളിയുടെ വിചാരം. ആ രീതിയിലാണ് കുഞ്ഞ് പറഞ്ഞതെന്നാണ് ഡോക്ടർ പറഞ്ഞത്. സത്യത്തിൽ അതുവരെ ഞങ്ങൾ ശരിക്കും പേടിച്ചു പോയി. അങ്ങനെ അന്നേരം പറഞ്ഞത് മക്കളുടെ മുമ്പിലിരുന്ന് നമുക്ക് ഓരോരോ അസുഖങ്ങളും കാര്യങ്ങളും മക്കളുടെ മുമ്പിലിരുന്ന് പറഞ്ഞു കഴിയുമ്പം അവരുടെ മൈൻഡിൽ അതിരിക്കും. എന്നിട്ട് പനി എന്ന് പറയുമ്പം കുഞ്ഞുങ്ങൾക്കറിയാം അവന് പനി വരുന്നത്. അപ്പോൾ അമ്മമാരും അച്ഛന്മാരും പറയുന്ന അതേ അസുഖങ്ങൾ ഇവർ പറയും. നമ്മൾ അതെന്താണ് കാര്യമെന്ന് തിരക്കാതെ കൊണ്ട് നമ്മൾ വെപ്രാളം പിടിച്ച് നമ്മൾ ഓടി ഡോക്ടർമാരുടെ അടുത്ത് കൊണ്ടുവരും. ഇപ്പോഴും ഡോക്ടർ അതങ്ങനെ ചോദിച്ച് മനസ്സിലാക്കിയതുകൊണ്ട് അവൻ കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് അവൻ മനസ്സിലായി അവന് ശ്വാസം മുട്ടലും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പം ഡോക്ടർ പറഞ്ഞ് ഇവിടെ ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് പറഞ്ഞ്, മോന് ശ്വാസം മുട്ടൽ ഇപ്പം മാറിയിട്ടുണ്ട്, നല്ലവണ്ണം ഒന്ന് ശ്വാസം എടുത്തേന്ന്. അന്നേരം അവൻ കറക്റ്റായിട്ട് ശ്വാസം എടുത്തിട്ട് ചോദിച്ചു, മോന് മാറിയോ? ഇപ്പം മാറിയെന്ന്. ഇങ്ങനെ ഇരിക്കുന്ന നമ്മളെ എന്ത് ബുദ്ധിമുട്ടിച്ച് വിഷമിപ്പിച്ച് നമ്മളിവിടുന്ന് അവിടെ പോയി. അതാണ് പറഞ്ഞത്, ഈ കൊച്ചു കുഞ്ഞുങ്ങളുടെയൊക്കെ മുമ്പിൽ വെച്ചുണ്ടല്ലോ നമ്മൾ ഈ ഒരുപാട് അസുഖങ്ങളുടെ കാര്യങ്ങളും നമുക്കുള്ള അസുഖങ്ങളൊന്നും ആരും പറയരുത് കേട്ടോ. കാരണം ഞങ്ങൾക്ക് വന്ന അനുഭവം നിങ്ങൾക്കും വരരുത് കേട്ടോ. ഞങ്ങൾ ഇന്നലെ എടുത്തുകൊണ്ട് ഓടി 100 ദൈവങ്ങളെ, ഞങ്ങളുടെ ഓർമ്മയിൽ എല്ലാ ദൈവങ്ങളെയും വിളിച്ചുകൊണ്ട് എടുത്തുകൊണ്ട് ഓടിയത്. കാരണം പുള്ളി അങ്ങനെയൊക്കെ ചെയ്തത് കണ്ടുകൊണ്ട്. സത്യത്തിൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവനൊരു കുഴപ്പമില്ലായിരുന്നു. അവൻ്റെ ആ ഒരു രീതി കണ്ടപ്പോൾ സത്യത്തിൽ പേടിച്ച് പോയി കേട്ടോ. അപ്പം നിങ്ങൾക്കൊക്കെ എങ്ങനെ പറ്റിയിട്ടുണ്ടോയെന്നൊന്നും അറിയത്തില്ല. പക്ഷേ ഞാനിപ്പോൾ ഇത് പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ച് നമ്മുടെ അസുഖങ്ങളോ കാര്യങ്ങളോ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെന്നോ എല്ലാം ഒന്നും പറയില്ല. അവരുടെ മൈൻഡിൽ അത് എപ്പോഴും ഇരിക്കും. അവർക്കത് ബുദ്ധിമുട്ടും കാര്യങ്ങളും പനിയോ കാര്യങ്ങളോ വരുമ്പോൾ അവരതായിരിക്കും പറഞ്ഞിട്ട് അവരത് അഭിനയിച്ചും കൂടെ കാണിക്കുമ്പോൾ നമ്മുടെ ഉള്ള ജീവനും കൂടെ പോകും കേട്ടോ. അപ്പോൾ ഇതാരും ചെയ്യരുത് കേട്ടോ.